ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോവാണ് കേട്ടോ. ഒമാനിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ഒമാനിലെ മുസണ്ടം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ദുബായ് എയർപോർട്ട് ഫ്രീ സോണിൻ്റെ അടുത്തുള്ള ഗ്രാൻഡ് ഹോട്ടലിൻ്റെ അടുത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ ഞാനീ പോകുന്നത് ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ. അപ്പോൾ ദുബായിലുള്ള അറബ് എക്സ്പെഡേഷൻ എന്ന് പറയുന്നൊരു ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 5:55 എത്തിയപ്പോൾ കേട്ടോ. 6 മണിക്കാണ് ബസ് ഇവിടുന്ന് ഡിപ്പാർട്ടാവുള്ളൂ. അപ്പോൾ ദുബായിൽ നിന്നും ഒമാൻ വരെയുള്ള കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ ഉണ്ട്. ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നേരം പരപരാ വെളുക്കുന്നേ ഉള്ളൂ. ഇന്നെന്താ അറിയില്ല, ഇന്ന് തണുപ്പ് ലേശം കുറവാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി മുമ്പിൽ തന്നെ ഒരു സീറ്റ് പിടിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് മുമ്പിൽ നിന്നുള്ള കാഴ്ചയൊക്കെ കാണണ്ടേ. അപ്പോൾ ഇതാണ് ആ ഹോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ മുമ്പിലായിട്ടാണ് ബസ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറെയും 3-4 ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നാഷണൽ ഡേ അല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ട്രിപ്പ് പാക്കേജുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ അത്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് ആകെ വന്ന ചിലവ് എന്ന് പറയുന്നത് 200 ദിർഹംസ് ആണ് കേട്ടോ. അപ്പോൾ 200 ദിർഹംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 4800 രൂപയോളം വരും. അപ്പോൾ 200 ദിർഹംസിനാണ് ഈ ഒരു ടൂർ പാക്കേജ് എനിക്ക് കിട്ടിയത്. ഇത് മാത്രമല്ല, ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ ഉണ്ടായിരുന്നു. സലാലൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോർഫക്കാൻ, അങ്ങനെ ഇഷ്ടംപോലെ ടൂർ പാക്കേജുകളാണ് ഈ ഒരു നാഷണൽ ഡേ പ്രമാണിച്ച് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 200 ദിർഹംസിനാണ് നമുക്ക് ഈ ഒരു പാക്കേജ് കിട്ടിയിട്ടുള്ളത്. ഫുഡും ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ ബസ്സിലേക്ക് കയറാണേ. അപ്പോൾ നമ്മളിതാ യാത്ര തുടങ്ങിയിരിക്കുകയാണേ. ഇവിടെയും വേറെ 2 ബസ്സുകളും കൂടി നിൽക്കുന്നുണ്ട്. ഈ ഒരു നാഷണൽ ഡേ പ്രമാണിച്ച് ഒരുപാട് ട്രിപ്പുകളാണ് ഉള്ളത് കേട്ടോ. ഷാർജ വഴിയാണ് കേട്ടോ. ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ വഴിയാണ് നമ്മൾ ഒമാനിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മൾ ദുബായിൽ നിന്നെല്ലാം മാറി ഷാർജയിലേക്ക് കയറിയ. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് 9 മണിയാകുമ്പോഴേക്കും അവിടെ ബോർഡറിൽ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ അവിടുത്തെ തിരക്ക് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ.
ഏജൻസിയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതിപ്പം പൊതു അവധി ആയതുകൊണ്ടായിരിക്കും വലിയ ട്രാഫിക്കൊന്നുമില്ല. അല്ലെങ്കിൽ സാധാരണ ഈ സമയത്തൊക്കെ നിരനിരയായിട്ട് വണ്ടികളായിരിക്കും. എഴഞ്ഞെഴഞ്ഞ് നമുക്ക് പോകാൻ പറ്റുള്ളൂ ഈ നോർമൽ ദിവസങ്ങളിലൊന്നും. ഇതിപ്പോൾ പൊതു അവധിയല്ലേ, നാഷണൽ ഡേ അല്ലേ. ഷാർജയിൽ കഴിഞ്ഞ് നേരം അജ്മാനിലേക്ക് കയറി കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയി കൊണ്ടുവയ്ക്കുന്നത് അജ്മാനിൽ കൂടിയാണ്. നമ്മുടെ ബസ് ഓൾമോസ്റ്റ് ഫുൾ തന്നെയാണ് കേട്ടോ.
ഭാഗത്ത് മണൽ മാത്രം. ഫുൾ വിജനം, ഒരു ബിൽഡിങ്ങോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. മരുഭൂമിയാണ്, ഒരു ബിൽഡിങ്ങോ ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ പോകുന്നത് ദുബായിൽ നിന്ന് നേരെ ഷാർജ, അതുപോലെ തന്നെ അജ്മാൻ, റാസൽ ഖൈമ കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത്രയും നേരം ഫുൾ വിജനമായിട്ടുള്ള വഴി കൂടിയാണ് വന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് പാരഷൂട്ട് പോകുന്നതാണ് കേട്ടോ. മാക്സിമം സൂം ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങ് ദൂരെയായിട്ട് നമുക്ക് പാരഷൂട്ട് പോകുന്നതാണ്. ഫുള്ള് മണൽ. ഇവിടെ എന്താ മണൽ മാഫിയ ഇല്ല. ഇതെന്താ കാഴ്ച നോക്കിയാട്ടെ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. അതെല്ലാം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട്. എന്താ വ്യൂടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ മരുഭൂമിന്റെ നല്ല വ്യത്യസ്തമാർന്ന വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടും 4 വരി പാതയാണ്. ഇവിടെ നിന്നെല്ലാം നമുക്ക് നല്ലൊരു ലോങ് വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. ആ റോഡിന്റെ നല്ല ലോങ് വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ സൂര്യൻ നമുക്ക് നേരെയാണുള്ളത്, അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ലേ. അതാണ്ടോ ഫുള്ള് വിജനം. അതുപോലെ തന്നെ മലനിരകളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. മലയാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ കോട കയറിയതായിട്ടൊക്കെ തോന്നും, പക്ഷെ കോടയല്ല കേട്ടോ. കോടഞ്ഞത് കോട തന്നെയാട്ടോ. അതിപ്പോ
പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ എന്താ വെച്ചാൽ ഈ സൂര്യന് വെളിച്ചടിക്കുമ്പോഴുള്ളൊരു മങ്ങൽ പോലെ തോന്നുന്നത്. സംഭവം കോട തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിൻ്റെ അവിടെ സൈഡാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ പോകാനും അതുപോലെ തന്നെ ചെറിയൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയ സ്ഥലത്തുള്ള വ്യൂ കണ്ടോ. ഇത് അടുത്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിട്ടുള്ള വണ്ടി. ഒരു 5 മിനിറ്റാണ് നമുക്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വെട്ടിപ്പൊക്കെ പോലെ എല്ലാ പരിപാടിയും തീർത്ത് തിരിച്ചു കയറണം. ഇത് അടുത്തൊരു ടീമാണ് കേട്ടോ. ഇവിടെ വാഷ്റൂം സംവിധാനം ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു കഫറ്റീരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ കാണുന്നത് കേട്ടോ. സൂപ്പർ സെറ്റ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ നേരെ ചെറുതായിട്ട് എന്തെങ്കിലും വല്ല പഴംപൊരിയ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഒന്നും കഴിച്ചിട്ടില്ല, വെറും കാപ്പി കുടിച്ച് മാത്രം ഇറങ്ങിയാണ്. കണ്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ വ്യൂ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് കയറിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടുമോ നോക്കട്ടെ. ഇത് കണ്ടോ നമ്മളിപ്പം ബ്രേക്ക് എടുക്കാൻ നിർത്തിയ സ്ഥലത്ത് നല്ല വ്യൂ ആട്ടാ. ഇവിടെ ആയിട്ടൊരു കഫറ്റീരിയ ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് വേറൊന്നും ഈ ഒരു ഭാഗത്തില്ല. ഇതാണ് നമ്മൾ വന്ന വണ്ടി കേട്ടോ. ഇതൊക്കെ മുസട്ടത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. നേരം വന്നതിൽ ഇതുണ്ടോ, ഇപ്പോഴാണ് അത്യാവശ്യം ചെറിയൊരു കവല പോലെയൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ. അതായത് അജ്മാൻ കഴിഞ്ഞതിന് ശേഷം ഫുള്ള് വിജനമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അത്യാവശ്യം ജനവാസ മേഖലയുള്ള ചെറിയൊരു കവല പോലെ നമ്മൾ കാണുന്നത്. ഫുള്ള് മലനിരയാട്ടോ.
ടിബ 27 എന്നെല്ലാം പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഈ വഴിയും കോർഫക്കാനിലേക്ക് പോവാം കേട്ടോ. ഇതിലെ പോകുമ്പോൾ കുറച്ച് കറങ്ങിയിട്ടായിരിക്കും ഇതിൽ കോർഫക്കാനിലേക്ക് പോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ കോർഫക്കാൻ്റെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഏതാനും മിനിറ്റ് കൊണ്ട് ബോർഡർ എത്തും കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം ചെറിയ വീടുകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. ഇപ്പൊ ചെറിയ രീതിയിലുള്ളൊരു ചെവി അടയുന്നൊരു പ്രശ്നമുണ്ടോ കേട്ടോ ഈ ഒരു വാതകല വരുമ്പോൾ. പോകുമ്പോൾ ശരിക്കും ക്യാമറ നമുക്ക് ഓഫാക്കാനേ പറ്റില്ല കേട്ടോ. കാഴ്ചകൾ വെച്ചാൽ അതുപോലത്തെ കാഴ്ചയാണ്. അതുപോലെ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള കർവും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ടിലുണ്ട് കേട്ടോ. ഷാർപ്പായിട്ടുള്ള കർവൊക്കെയാണ് ഈ റൂട്ടിൽ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം അധികം സ്പീഡൊന്നും എടുക്കണ്ട, സേഫായിട്ട് പോവുക. എന്താ കാഴ്ച നോക്കിയത്. എന്താ കാഴ്ച, ഒരു രക്ഷയില്ല കേട്ടോ. ബൈക്കിൽ റൈഡ് ചെയ്ത് പോകാൻ എന്താ സുഖം എന്നറിയാം. നല്ല സുഖത്തിൽ അങ്ങനെ അങ്ങ് റൈഡ് ചെയ്ത് അങ്ങ് പോയില്ല. നമ്മളീ പോകുന്ന വഴിക്ക് ഒരുപാട് സൈൻ ബോർഡുകളൊക്കെ കാണാം കേട്ടോ. കണ്ടോ, വെഹിക്കിൾ ക്രോസിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടം പോലെ സൈൻ ബോർഡുകളൊക്കെ കാണാം നമുക്ക്. നമ്മളിപ്പോൾ ടിബ സിറ്റി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ സിറ്റി അല്ലേ ഇത് ടിബ? ഒരു ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. അതായത് ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ടിബ എന്ന് പറയുന്നത്. അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു സിറ്റി ആട്ടോ.
റാന്തൽ റൗണ്ട് ബോട്ട്. നമ്മളിപ്പോ യൂണിയനിൽ ഫിഷ് റൗണ്ട് ബോട്ട് എന്ന് പറയുമ്പോൾ റാന്തൽ റൗണ്ട് ബോട്ട്. ആ ക്ലോക്കാ നമ്മള് പലതിനും പല പേരിടല്ലോ. വലിയ വലിയ മലനിരകളാണ്. അതുപോലെ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു മലമുകളിൽ നിന്ന് താഴോട്ടേക്ക് കാണുന്ന വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അത് അടുത്ത റൗണ്ട് ബോട്ട്, ജഗ് റൗണ്ട് ബോട്ട്. ഗൂജ റൗണ്ട് ബോട്ട്. ഓരോ റൗണ്ട് ബോട്ടിനും ഓരോ പേര്. മഴ പെയ്താലേ വാം ബോർഡർ ക്രോസിംഗ്. അപ്പൊ നേരത്തെ നമ്മൾ പമ്പിൽ നിന്ന് കണ്ട ബസ്സാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ബോർഡറിലേക്ക് എത്തിയിട്ടോ. നേരെ UAE ഫ്ലാഗ് കാണാം. അതാണ് ദുബായിൻ്റെ ബോർഡർ, UAE ബോർഡർ. നമ്മൾ ബോർഡറിലേക്ക് എത്തി. ആ ബോർഡറിൻ്റെ അടുത്തുള്ള കാഴ്ചയാണ് ഇത്. അവിടെ കണ്ട UAE ഒരു ഫ്ലാഗ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് മരങ്ങൾ വന്ന്. കണ്ട UAE ഫ്ലാഗ് കണ്ടില്ല, അതാണ് ബോർഡർ. അപ്പോൾ ഇവിടെയാണ് ബോർഡർ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഒമാനിലേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെ 2 ബോർഡർ ഉണ്ട്. അതായത് ഒന്ന് UAE ബോർഡർ ഉണ്ട്, അതുപോലെ തന്നെ അടുത്തത് ഒമാൻ്റെ ബോർഡർ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് തന്നെ പോയി കേട്ടോ. നമ്മളാകെ ഇപ്പോൾ ഈ ബോർഡറിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മളെ പാസ്പോർട്ട് അതുപോലെ തന്നെ എമിറേറ്റ്സ് ID മാത്രം കയ്യിൽ കരുതിയാൽ മതി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടൂർ പാക്കേജ് എടുത്തിട്ടാണല്ലോ വന്നത്. അത് കാരണം അധികം ചോദ്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 8:30 റേഞ്ചിലാണ് നമ്മൾ UAE ബോർഡറിലെത്തിയത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:45 കൂടിയാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് നമ്മൾ പാസ്പോർട്ട് കൊടുക്കുക, എമിറേറ്റ്സ് ID കൊടുക്കുക, എന്നിട്ട് UAE എക്സിറ്റായി എന്ന് മറ്റൊരു സീലടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒമാൻ്റെ ബോർഡറിലേക്കാണ് വരുന്നത്. രണ്ടും അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒമാൻ്റെ ബോർഡറിൽ വന്നു. അവിടെയും ഇതേപോലെ തന്നെ ഒരു 10-20 മിനിറ്റ് കടന്നു കേട്ടോ. ഇവിടെയും നമ്മൾ പാസ്പോർട്ടും എമിറേറ്റ്സ് ID ആയിട്ട് നേരെ അകത്തേക്ക് പോവുക. ഒമാനിൽ എൻ്റർ ആയെന്ന് മറ്റൊരു സീലടിക്കും. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോഴും ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ ഒമാനിൽ നിന്ന് എക്സിറ്റ് ആവുന്നതും അതുപോലെ തന്നെ UAE എൻട്രി ആയതിനും മറ്റും സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് റിട്ടേൺ വരുമ്പോഴും ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു 10:30 റേഞ്ചിലെത്തിയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട്
പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആൾക്കാർ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാസ്പോർട്ട് എമിറേറ്റ്സ് ആയിട്ട് പോകുമ്പം അധികം ചോദ്യങ്ങളൊന്നും അവർ ചോദിച്ചിട്ടില്ല. കാരണം നമ്മൾ ടൂറിസ്റ്റ് പാക്കേജ് എടുത്ത് വന്നത് കാരണം എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം വീക്കെൻഡും കൂടിയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ തിരക്ക് ഇവിടെ ഉണ്ട്. ബസ്സുകളുടെ ഒരു നിര തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബോർഡറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അലൗഡ് അല്ല. അവർ കണ്ടു കഴിഞ്ഞാൽ പണി ഉറപ്പാണ്. അപ്പോൾ അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ, വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ലംഘിച്ച് ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒമാനിൽ എൻ്ററായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ടിൽ സീലടിച്ചു. ഞാൻ അതങ്ങനെ ബസ്സിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ, നമ്മളെ ബസ് തന്നെ ഏകദേശം ഫുള്ളാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും കേട്ടോ. ഇവിടുന്ന് ഇനി എപ്പോൾ പുറപ്പെടും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സമയം 11 മണിയായി കേട്ടോ. ഒരു 15 മിനിറ്റ് കൊണ്ട് പുറപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി പുറപ്പെട്ടിട്ട് കാണാം. അപ്പോൾ നമ്മളിതാ ബോർഡറൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനത്തെ ഒമാനിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. National Day là National Day finish. Oman finish already 1 week. 1 week ago finish Oman. അപ്പോൾ നമ്മൾ ഈ ബോർഡറിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിലാണ് നമുക്ക് എത്താനുള്ള ഡെസ്റ്റിനേഷൻ കേട്ടോ. നമ്മളവിടുന്ന് ഒരു 11:10 എന്ന റേഞ്ചിൽ അവിടുന്ന് വിട്ടു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11:10 ആകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ ഇവിടുന്ന് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് എത്താനുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ബുർജുമാനിൽ നിന്ന് വന്ന ബസ് മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ഈ 2 ബസ്സും അറബ് എക്സ്പെഡീഷൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ 2 ബസ്സിൽ ആൾക്കാരാണ് ഒരു ബോട്ടിലുണ്ടാവുക. ഇതൊക്കെ ഓരോ ഗ്രാമങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദുബായിൽ നിന്ന് മുസണ്ടം വരെയുള്ള കാഴ്ചകളാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകൾ 2ാമത്തെ എപ്പിസോഡിലാണ് വരുന്നത്. ദുബായിൽ നിന്ന് മുസണ്ടം വരെയുള്ള യാത്രേൻ്റെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കടൽ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ കടൽ കാണാം. उसको भी काम पे लगा दिया हाँ
ഓ നമ്മളിതാ എത്തിട്ടോ. ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് കേട്ടോ. പുതിയ ബിൽഡിങ്ങിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങുകയാണേ. അപ്പോൾ ദുബായിൽ നിന്ന് തുടങ്ങിയൊരു യാത്ര ഈ ഒരു മുസണ്ടത്ത് എത്തിയതിലേക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ മുസണ്ടത്തുള്ള കാഴ്ചയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.